നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ NSS, SNDP എന്നീ രണ്ട് പ്രബല സമുദായങ്ങളുടെ നേതൃത്വവും കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ഒരു ചായ്വ് പ്രകടിപ്പിക്കുന്നുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ ജനുവരി 2-ന് നടക്കുന്ന മന്നം ജന്മശതാബ്ദി ദിനത്തിൽ പ്രസംഗിക്കാൻ NSS നൽകിയ ക്ഷണം പെട്ടെന്നാണ് പുതിയ രാഷ്ട്രീയ ചർച്ചയ്ക്കൊക്കെ തിരികൊളുത്തിയത്. പിന്നാലെ വെള്ളാപ്പള്ളി നടേശൻ രമേശ് ചെന്നിത്തലയ്ക്കാണ് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയെന്നും പറഞ്ഞു വെച്ചതോടെ ചർച്ചകൾക്ക് പുതിയ മാനങ്ങൾ വരികയും ചെയ്തു. NSS നേതൃത്വത്തിന് പൊതുവെ കോൺഗ്രസ് രാഷ്ട്രീയത്തോടാണ് താല്പര്യം. സമുദായത്തിൽ നിന്നുള്ള ഒരു നല്ല ശതമാനം അംഗങ്ങളും BJPയുമായി അടുത്തു കഴിഞ്ഞുവെങ്കിലും ആ വഴിയെ തിരിക്കാൻ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഇതുവരെ തുനിഞ്ഞിട്ടില്ല എന്നതും പ്രധാനം തന്നെയാണ്. എല്ലാം കൊണ്ടും തികഞ്ഞ മതേതര നിലപാട് സ്വീകരിക്കുന്ന ആളുമാണ് സുകുമാരൻ നായർ എന്ന ഒരു പ്രതിച്ഛായയും അദ്ദേഹത്തിന് നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായി വ്യക്തിപരമായ ചില ഇഷ്ടാനിഷ്ടങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് എന്നതും മറ്റൊരു തരത്തിൽ വാസ്തവമാണ്. അതൊന്നും അദ്ദേഹം സാധാരണ പരസ്യമാക്കാറില്ലെന്നതേ ഉള്ളൂ. വെള്ളാപ്പള്ളി അങ്ങനെയല്ല. രമേശ് ചെന്നിത്തലയെ വാത്സല്യത്തോടെ ചേർത്തു പിടിച്ച വെള്ളാപ്പള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശനെ എല്ലാ പരിധിയും വിട്ട് അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസുകാർ ഇതെല്ലാം കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് മുന്നിൽ ഒരു കടമ്പയായി നിൽക്കുമ്പോഴാണ് രണ്ട് പ്രബല സമുദായങ്ങൾ ഉയർന്നു വരുന്നത്. തുടർച്ചയായ 2 പരാജയത്തിന് ശേഷം ഇനി വരുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ജയിച്ചേ തീരുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് SNDPയുമായി തനിക്ക് ഒരു കാലത്തും അസ്വാരസ്യമുണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല SNDPക്ക് അനുകൂലമായ ഒരു പ്രതികരണം നടത്തുന്നത്. എല്ലാ സമുദായങ്ങളുമായും എല്ലാ കാലത്തും ബന്ധം തുടരേണ്ടത് പാർട്ടിക്കും മുന്നണിക്കും അനിവാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. SNDPയുടെ ശിവഗിരി തീർത്ഥാടന യാത്ര ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ഉദ്ഘാടകൻ അസൗകര്യം പറഞ്ഞപ്പോഴാണ് തന്നെ ഉദ്ഘാടകനാക്കി മാറ്റിയതെന്നും രമേശ് ചെന്നിത്തല എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: SNDPയുമായി എനിക്ക് ഒരു കാലത്തും അസ്വാരസ്യമുണ്ടായിരുന്നില്ല. നല്ല ബന്ധമാണുള്ളത്. KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്തും അതിനു മുൻപും SNDP യോഗവുമായും പ്രവർത്തകരുമായും നല്ല ബന്ധമാണ് ഉള്ളത്. അതിനിയും തുടരും. ഗുരുദേവന്റെ അനുഗ്രഹത്തോടെ ആരംഭിച്ചതാണ് SNDP. അതിന്റെ മഹത്വം SNDPക്ക് എല്ലാ കാലവുമുണ്ട്. വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിസ്മരിക്കാനാവില്ല എന്നും രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. എല്ലാ സമുദായങ്ങളും കേരള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സുപ്രധാന പങ്ക് വഹിക്കുന്നവയാണ്. അവരെ ചേർത്തു പിടിക്കേണ്ടതും അവരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കേണ്ടതും അനിവാര്യമാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നേതാക്കൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കുമെന്നും കോൺഗ്രസിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ രമേശ് ചെന്നിത്തല പക്വതയും ഇരുത്തവും വന്ന നേതാവാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തലയെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടിരുന്നു. സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന നേതാവാണ് രമേശ് ചെന്നിത്തലയെന്നും വെള്ളാപ്പള്ളി നടേശൻ തന്റെ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പരസ്പരം ചേർത്തു നിർത്തുന്ന നിലപാടാണ് ഇരുവരും സ്വീകരിച്ചിട്ടുള്ളത്. 2021 തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ പതിവ് പ്രകാരം കയ്യിൽ വരുമെന്ന് കണക്കുകൂട്ടിയിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് 2026 പുത്തനുണർവ് നൽകുന്ന സൂചനകളാണ് NSSും SNDPയും മുന്നോട്ട് വയ്ക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഈ രണ്ട് സമുദായങ്ങൾക്കും എത്ര കണ്ട് പ്രസക്തി ഉണ്ട് എന്ന ചോദ്യം ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങേയറ്റം രാഷ്ട്രീയവത്കരിക്കപ്പെട്ട ഒരു പൊതുസമൂഹമാണ് കേരളത്തിൽ ഉള്ളതെന്ന സത്യാവസ്ഥയുടെ പ്രസക്തിയാണ് ഇവിടെ പ്രധാനം.